ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒരു ലോങ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഒരു ജേർണലിംഗ് ആണ്. ഇതിനു മുമ്പ് ഞാൻ ഇതുപോലെ ജേർണലിംഗ് ഒന്നും ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പം ഞാൻ വിചാരിച്ച് എന്നാൽ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന്. ഇതുവരെ ജേർണലിങ്ങിന് ഒരു ഐഡിയ ഇല്ലാത്തവരാണെങ്കിൽ അവർക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇത്. ജേർണലിംഗ് ആക്ച്വലി കുറേ ടൈപ്പ് ഉണ്ട്. നമ്മൾ സാധാരണ കാണുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്ങും പിന്നെ ബുള്ളറ്റ് ജേർണലിംഗ് ഒക്കെ. ഞാനിപ്പോൾ ഇവിടെ ചെയ്യണത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ആണ്. അതിൽ മെയിൻലി നമ്മുടെ പോസിറ്റീവ് ഇമോഷൻസ്, ഫീലിങ്സ് അതിനെപ്പറ്റിയായിരിക്കും കൂടുതലും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ വരുന്നത്. നിങ്ങളിപ്പോൾ ബുള്ളറ്റ് ജേർണലാണ് ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിൽ അതിനകത്ത് മെയിനായിട്ട് വരുന്നത് നമ്മുടെ ടു ഡു ലിസ്റ്റ് ചെയ്യാൻ, പിന്നെ നമ്മൾ ഓരോ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെന്നൊക്കെ ഉള്ളൊരു ലിസ്റ്റ് ഉണ്ടാക്കൂലേ, അതാണ് മെയിനായിട്ട് ബുള്ളറ്റ് ജേർണലിങ്ങിൽ വരുന്നത്. ജേർണലിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതിന് റൂൾസ് ഉണ്ട്, ഇതെങ്ങനെയൊക്കെ ചെയ്യേണ്ട രീതികളൊക്കെ ഉണ്ടെന്ന്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് റൂൾസും കാര്യങ്ങളൊന്നുമില്ല. ഓരോരുത്തരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജേർണലിംഗ് ചെയ്യുമ്പോഴാണ് അത് പല കാറ്റഗറി ആയിട്ട് മാറുന്നത്. അപ്പോഴാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്, ബുള്ളറ്റ് ജേർണലിംഗ് അങ്ങനെയൊക്കെ ആയിട്ട് കാറ്റഗറി ആയിട്ട് മാറുന്നത്. അതുപോലെ തന്നെ എല്ലാവരിലുള്ള വേറൊരു തെറ്റിദ്ധാരണയാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ സാധനങ്ങൾ വേണം. പ്രത്യേകിച്ച് ഇങ്ങനെ സ്റ്റിക്കർ, പിന്നെ സ്കെച്ച്, ക്രയോൺ അങ്ങനെ കുറേ ഉള്ള കാര്യങ്ങൾ. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും വേണ്ട. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തേക്കണ എൻ്റെ കയ്യിൽ ഇരുന്നേച്ചാൽ 2-3 ഹൈലൈറ്റേഴ്സ് വെച്ചിട്ടാണ് ചെയ്തേക്കണത്. നമുക്ക് എന്താ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ജേർണലിംഗ് ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ എന്തായാലും സമ്മർ വെക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ജേർണലിംഗ് ഒക്കെ ചെയ്യണത് നല്ലതായിരിക്കും. നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനും അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്തിനും ഇത് വളരെയധികം യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഗ്രാജ്വലി നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനൊക്കെ ഇത് സഹായിക്കും. നമ്മൾ ഓരോ തവണ ജേർണലിംഗ് ചെയ്യുന്തോറും പിന്നീട് നമ്മൾ അതെടുത്ത് നോക്കുമ്പോൾ നമ്മൾ എന്തോരം ഇമ്പ്രൂവ് ആയി, നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്നും നമുക്കറിയാൻ പറ്റും. വീഡിയോ ഇഷ്ടമായ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ ജേർണലിംഗ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.